ശ്രീ സമ്പത്ത്, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറാണ് ആദ്യം സുപ്രീം കോടതി വിധിക്കെതിരെ രംഗത്ത് വന്നത്. ഇപ്പോഴിതാ നിഷികാന്ത് ദുബെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളും വരികയാണ്. അതിരൂക്ഷ പരാമർശങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയാണ് പരാമർശം നടത്തുന്നത്. വഖഫ് ഭേദഗതി നിയമം അത് സ്റ്റേ ചെയ്തേക്കുമോ എന്ന ആശങ്ക BJPക്ക് നിലനിൽക്കുമ്പോഴാണ് വളരെ മോശം പ്രതികരണമായി നേതാക്കൾ രംഗത്ത് വരുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ നിലപാടല്ല എന്ന് BJP തള്ളിക്കളയുന്നു. അത് അവരുടെ വ്യക്തിപരമായ നിലപാടാണെന്ന്. അങ്ങനെയെങ്കിൽ BJP ഈ നേതാക്കൾക്കെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അപമാനിച്ചതിന് നടപടിയെടുക്കേണ്ടതല്ലേ? അങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? സ്മൃതി, ഇതിപ്പോൾ ഒരു ബഹുമാന്യനായ BJP നേതാവ്, അദ്ദേഹം ഒരു വളരെ ജൂനിയറായ ഒരു പാർലമെൻറ്റ് അംഗമൊന്നുമല്ല, അങ്ങനെ ജയിച്ചു വന്ന ആൾ മാത്രമായി കരുതരുത് ദയവായി. കാരണം 16ാം ലോക്സഭയിൽ അദ്ദേഹത്തോടൊപ്പം ഞാൻ ലോക്സഭാ അംഗമായിരുന്നതാണ്. ഡോക്ടർ PK ബിജുവും അതുപോലെ തന്നെ MP രാജേഷ് മന്ത്രിയായിരിക്കുന്ന MP രാജേഷ് ഉൾപ്പെടെയുള്ളവരെല്ലാം MPമാരായിരുന്നു. അതായത് 16 ലോക്സഭ, ആ 2 ലോക്സഭകളിലും ഞങ്ങളുണ്ടായിരുന്നു. PK ശ്രീമതി ടീച്ചർ അടക്കം, ഇന്നസെൻ്റ് ഏട്ടനടക്കം, ജോയ്സ് ജോർജ് അടക്കം, P കരുണാകരൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാം ഉണ്ടായിരുന്ന സഭകൾ. ആ സഭയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. നിഷികാന്ത് ദുബെ ഈ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നയാളാണ് എന്നു ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. കാരണം അദ്ദേഹവുമായി ഒരു 5 കൊല്ലക്കാലം ഒരേ പാർലമെൻ്ററി സമിതിയിൽ തന്നെ ഞാൻ ഇന്ന് ധനകാര്യമന്ത്രിയായിരിക്കുന്ന P രാജീവ് ഉൾപ്പെടെയുള്ളവർ അങ്ങനെ പാർലമെൻ്ററി കമ്മിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരുമാണ്. ഇത് മറ്റു പല കേന്ദ്രങ്ങളിലും ആലോചിച്ച് ചില ആളുകളെ ചില അസൈൻമെൻറ്റുകൾ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഇന്നത് പറയുക, നിങ്ങൾ ഇന്നടത്ത് ഇന്ന കാര്യം എഴുതുക, നിങ്ങളിങ്ങനെ ഇതിനെ പ്രതികരിക്കുക എന്നുള്ള നിലയിലേക്ക് ഒരു കിനാവള്ളിയുടെ വിവിധ കരങ്ങൾ ഏത് വിധത്തിൽ പ്രവർത്തിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കരം എന്ത് ചെയ്യുന്നു എന്ന് മറ്റൊരു കരം അറിയുന്നില്ല, അറിയേണ്ടതുമില്ല. അവിടെ യു ഹാവ് ടു അക്കംപ്ലിഷ് ദ മിഷൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് വളരെ ബോധപൂർവ്വം BJP നേതൃത്വത്തിൻ്റെ അറിവും സമ്മതവും ഒത്താശയവും കൂടി വന്നതായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് ഈ ഒരു വേളയിൽ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ സ്മൃതി. 1946 ഡിസംബർ മാസം 13-ാം തീയതി അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ, അന്ന് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പാണ്, പക്ഷേ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അത് ഉണ്ടാവുമെന്നുള്ള ഉറപ്പിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ നമ്മുടെ ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ അതിൻ്റെ പേരെങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ നൽകിയിട്ടുള്ളത്. അതിൽ ഈ പിറക്കാനിരിക്കുന്ന രാഷ്ട്രത്തിൻ്റെ സുപ്രീം കോടതിയെ സംബന്ധിച്ച് വിശദമായി അവിടെ പറയുകയുണ്ട്. ആ റെസൊല്യൂഷനൊന്നും വായിക്കാൻ ഇവിടെ സമയമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.